ഹലോ, അപ്പോൾ ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. സ്കൂളൊക്കെ പൂട്ടിയതല്ലേ. സ്വന്തം വീട്ടിലായതുകൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിട്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റത് കേട്ടോ. പക്ഷേ ധ്യാനട്ടനും ശിഖമോളൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പൂക്കളൊക്കെ മെഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഒന്നല്ല, എന്നാലും കുറച്ചും കൂടി നേരത്തെ എഴുന്നേറ്റ് ചാണകമൊക്കെ മെഴുകി. ചാണകം മെഴുകിയത് എൻ്റെ അമ്മയാണ് കേട്ടോ. അവരെല്ലാം പണ്ട് കാലങ്ങളിലൊക്കെ ഈ ചാണകം മെഴുകിയിട്ടാണ് കേട്ടോ പൂക്കൾ ഇടാറ്. പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളൂ. അങ്ങനെ അകത്തേക്ക് വന്നപ്പോൾ അതേ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ആ എഴുന്നേറ്റ് ക്ഷീണം മാറാൻ വീണ്ടും സോഫയിൽ കിടക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ മെയിൻ താരം നേരത്തെ എഴുന്നേറ്റ് ആളെല്ലാം റെഡിയായി ചപ്പാത്തിയാണ് കേട്ടോ കയ്യിൽ കഴിച്ച് നടക്കുകയാണ്. ഒരു ഹായ് തരാൻ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു ഹായ് ഒക്കെ തന്നത്. പക്ഷെ ചപ്പാത്തി ചോദിച്ചപ്പോൾ തന്നില്ല കേട്ടോ. അത് തരില്ല തന്നെ പറഞ്ഞ ആൾ തിരിച്ചു. ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും എൻ്റെ അമ്മ ചപ്പാത്തിയും ചെറുപയർ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പല്ലൊക്കെ കഴുകി ഫ്രഷ് ആയി വന്ന് കഴിച്ചാൽ മാത്രം മതി. അപ്പം നമ്മുടെ കൃതിമോളും അവളുടെ അമ്മയൊക്കെ അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നേരത്തെ തന്നെ അവളുടെ ഉണക്കോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് കൊടുത്തിട്ടും ആൾക്കൊരു വികാരമൊന്നും ഇല്ല. ഞാൻ ഈ വീഡിയോ പിടിച്ച് നടക്കുന്ന കണ്ടപ്പോൾ ധ്യാനട്ടോ വന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പൂക്കളം അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അമ്മയെ, ഒന്ന് വന്ന് വീഡിയോ എടുക്കുന്നു പറഞ്ഞു. അതിനിടയിൽ നമ്മുടെ കഥാനായിക അങ്ങോട്ടും എത്തിയിട്ടുണ്ട്. മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ പൂക്കളം എങ്ങനെ കേടുവരുത്തും എന്നതാണ് കേട്ടോ. ഓരോ സ്റ്റെപ്പായിട്ട് പൂക്കളത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവരിടുന്ന് ചീത്ത കേൾക്കുമ്പോൾ ബാക്കിലേക്ക് മാറി പോവുകയാണ് പാവം. പക്ഷേ ഒരു വികൃതിയൊന്നും ഇല്ലാത്ത ഒരു പാവം കുട്ടിയാണ് കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു ശ്രദ്ധയോട് കൂടി അത് അനുസരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് ഞങ്ങളുടെ കിതിമോൾ. പക്ഷേ ഇനി കുറച്ച് ദിവസത്തേക്ക് അവളെ മിസ് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ അമ്മ ഉച്ചക്കേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കേണ്ടത്. ഒന്ന് സ്പെഷ്യൽ ചിക്കൻ കറിയും അതേപോലെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. കൂടെ സപ്പോർട്ട് ചെയ്യും.